അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോഴാണ് അതുൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. അതിനൊരു കാരണവുമുണ്ട്. അന്ന് അതുലിൻ്റെയും ഭാര്യ അഞ്ജലിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ്. ഭാര്യയ്ക്കൊരു സർപ്രൈസ് കൊടുത്തുകൊണ്ട് നേരത്തെ വീട്ടിലെത്തിയതിനു ശേഷം അവളെയും കൂട്ടി പുറത്ത് കറങ്ങാൻ പോകണമെന്നൊക്കെ അതുൽ പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്ത് ഒരു ഗോൾഡ് റിങ് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷമാണ് അതുൽ ഓഫീസിൽ പോയത്. പാർക്കിങ്ങിൽ നിന്ന് കാർ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് അതുലിൻ്റെ ഫോൺ റിങ് ചെയ്തത്. നോക്കിയപ്പോൾ അഞ്ജലിയാണ് വിളിക്കുന്നത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അഞ്ജലി ഇങ്ങനെ വിളിക്കാറുണ്ട് അവനെ. നേരത്തെ എങ്ങാനും ഫ്ലാറ്റിലെത്തുമോ എന്നറിയാൻ വേണ്ടി വിളിക്കുന്നതാണത്. ഹലോ, എന്താ അഞ്ജലി ഈ ടൈം വിളിച്ചത്? അവൻ ഫോൺ എടുത്തു. ഓഫീസ് ടൈം ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഹേ ഇല്ല, പറയും. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, നേരത്തെ വരുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ ഞാനിന്ന് ഒരു 3 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുമെന്ന് വിചാരിക്കാം. ഒന്ന് പുറത്തു പോയി കറങ്ങി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരാം നമുക്ക്. താൻ ഇപ്പോൾ തന്നെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ടെന്ന് പറയണ്ട എന്ന് അവൻ വിചാരിച്ചു. ഓക്കെ അതുൽ, വർക്ക് നടക്കട്ടെ. ഐ എം വെയിറ്റിംഗ് ഫോർ യു, ലവ് യു, മിസ് യു ഡി. ഫോൺ വയ്ക്കുമ്പോൾ അതുൽ പറഞ്ഞു. അഞ്ജലിയോട് സംസാരിച്ച് വെച്ച ശേഷം അവൻ കാറുമായി ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് തിരിച്ചു. ബാംഗ്ലൂർ ഒരു IT കമ്പനിയിലാണ് അതുൽ വർക്ക് ചെയ്യുന്നത്. അഞ്ജലിക്ക് പൊതുവെ ജോലിക്ക് പോകാൻ മടിയായതുകൊണ്ട് അവൾ ജോലിക്കൊന്നും പോകുന്നില്ല. പാരമ്പര്യമായി ഇട്ടുമൂടാൻ സ്വത്തുള്ള വീട്ടിലെ ഒരേ ഒരു പെണ്ണാണവൾ. അതിലും അങ്ങനെ തന്നെയാണ്. തീർത്തും അറേഞ്ച് മാരേജ് ആണെങ്കിലും വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവർ പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും തങ്ങളുടെ സ്വർഗം പണിതു. അഞ്ജലിയെ ആദ്യമായി കണ്ടതും അവളെ കല്യാണം കഴിച്ചതും ആദ്യരാത്രിയുമൊക്കെ അതുലിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഒരു 15 മിനിറ്റ് കൊണ്ട് അവൻ ഫ്ലാറ്റിലെത്തുകയും ചെയ്തു. പാർക്കിംഗ് കാർ നിർത്തി ഇറങ്ങിയിട്ട് ലിഫ്റ്റ് കയറി 8ാം നിലയിൽ ഇറങ്ങി തൻ്റെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി നടക്കുമ്പോഴാണ് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഫ്ലാറ്റിലേക്ക് കയറിപ്പോകുന്നത് അതുൽ കണ്ടത്. ഒരു നിമിഷം ഷോക്ക് അടിച്ചതുപോലെ അവൻ അവിടെ തരിച്ചു നിന്നു. അതുലിൻ്റെ ഭാര്യ അഞ്ജലിയെ ചെറുപ്പക്കാരനെ വാതിൽ തുറന്നു വന്ന് കെട്ടിപ്പിടിക്കുകയും അകത്തേക്ക് കയറ്റി വാതിലടയ്ക്കുന്നതും അതുൽ വ്യക്തമായി കണ്ടു. അവന് താൻ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ചെറുപ്പക്കാരൻ അവളുടെ അമ്മയുടെ ആങ്ങളയുടെ മകൻ ബിബി ആണെന്നും നടുക്കത്തോടെയാണ് അതുൽ തിരിച്ചറിഞ്ഞത്. ബിബിയും ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതെന്ന് അതുലിനറിയാം. ആൾ മാരീഡല്ല, ഇടയ്ക്ക് അവരുടെ ഫ്ലാറ്റിൽ വരാറുണ്ട്. അപ്പോഴൊന്നും അഞ്ജലി ഇത്ര ക്ലോസായി അവനോട് ഇടപഴകുന്നത് അവൻ കണ്ടിട്ടുമില്ല. അതുലിൻ്റെ മനസ്സിൽ പലവിധ സംശയങ്ങൾ ഉടലെടുത്തു. അവൻ സാവധാനം നടന്നു ചെന്ന് വാതിക്കൽ നിന്ന് അകത്തേക്ക് ചെവി കൂർപ്പിച്ചു. ഹാളിൽ നിന്നും അനക്കമൊന്നുമില്ലാത്തതുകൊണ്ട് 2 പേരും അവിടെ ഇല്ലെന്ന് അതുൽ മനസ്സിലാക്കി. വാതിലിൻ്റെ ഹാൻഡിൽ തിരിച്ചു നോക്കിയതും അത് തുറന്നു വന്നത് കണ്ട് അതുൽ പെട്ടെന്ന് അകത്തേക്ക് കയറി ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ചു. അടുക്കളയിൽ നിന്ന് 2 പേരുടെയും സംസാരം കേൾക്കാം. അഞ്ജലി ബിബിക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുക്കുകയാണ്. അതിൽ അടുക്കളവാതിക്കൽ ചെന്ന് അകത്തേക്ക് നോക്കി. ഭാര്യയെയും ഭർത്താവിനെയും പോലെ പരസ്പരം കെട്ടിപ്പിടിച്ച് ചേർന്ന് നിൽക്കുന്ന തൻ്റെ ഭാര്യ അഞ്ജലിയെയും അവളുടെ മുറച്ചെറുക്കൻ ബിബിയെയും കണ്ട് അതുൽ നടുങ്ങി. ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ച തനിക്ക് കാണേണ്ടി വരരുതെന്ന് ഓർത്തുകൊണ്ടാണ് അതുൽ അങ്ങോട്ട് വന്നത്. പക്ഷെ അവൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി. അതുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്കിലും സമനില വീണ്ടെടുത്തുകൊണ്ട് അവൻ ആ രംഗം മൊബൈലിൽ ഷൂട്ട് ചെയ്തു. അഞ്ജലി, ഇപ്പോൾ നിൻ്റെ ഭർത്താവെങ്ങാനും കയറി വരുമോ? ബിബിയാണ്. ഹേ ഇല്ല, ബട്ട് ഇന്ന് എന്തായാലും ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങുമെൻ അവൻ. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞതാ, നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാൻ ഒരു 2 മണിക്കൂർ കിട്ടും. അതുപോരെ നിനക്ക്? കൃത്യം 3 മണിക്ക് മുമ്പ് തന്നെ ബിബി വേഗം പൊക്കോണം, അഞ്ജലി പറഞ്ഞു. 2 മണിക്കൂറൊക്കെ എനിക്ക് ധാരാളം. ഇവിടെ അടുത്ത് വരെ വന്നിട്ട് നിന്നെ കാണാതെ പോകാൻ തോന്നിയില്ല. അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടുത്ത് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. നിൻ്റെ ഈ സൗന്ദര്യം എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ട്. ദിവസവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയത് അതുലിനും. ബിബി നിരാശപ്പെട്ടു. എൻ്റെ അച്ഛൻ നമ്മുടെ വിവാഹത്തെ എതിർത്തത് കൊണ്ടല്ലേ നമുക്ക് ഒരുമിക്കാൻ പറ്റാത്തത്? അച്ഛന് നിന്നേക്കാൾ പ്രിയം അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു. സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ സ്വത്ത് തരില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ എതിർക്കാഞ്ഞത്. അത് നിനക്കും അറിയാലോ ബിബി, കാശില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും വാശി കാണിച്ചപ്പോൾ എനിക്കും വാശി തോന്നി. കല്യാണം കഴിഞ്ഞാലും ബിബിയായി ബന്ധം ഉപേക്ഷിക്കില്ല എന്ന് അന്ന് തീരുമാനിച്ചതാ. അതുകൊണ്ടാണ് അതിലെന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ടും അവനോട് സ്നേഹം അഭിനയിച്ച് നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കുന്നത്. ഞാനൊരു കുട്ടിയെ പ്രസവിക്കുമെങ്കിൽ അത് നിൻ്റെ കുട്ടി മാത്രമായിരിക്കും ബിബി. അഞ്ജലി ബിബിയുടെ നെഞ്ചിലേക്ക് ചാരി. നീ എപ്പോൾ വന്നാലും നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കാണ് അഞ്ജലി. നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഓർക്കാൻ കൂടെ വയ്യ എനിക്ക്. അച്ഛൻ ആദ്യം സ്വത്തുക്കൾ എൻ്റെ പേർക്ക് എഴുതട്ടെ. അതിനുശേഷം എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഞാൻ അതുലിനെ ഉപേക്ഷിച്ച് നിൻ്റെ കൂടെ വരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. അഞ്ജലിയുടെ വാക്കുകൾ കേട്ട് അതുൽ തകർന്നുപോയി. ഈ 1 വർഷക്കാലം അഞ്ജലി തന്നോട് സ്നേഹം അഭിനയിക്കുകയായിരുന്നെന്ന തിരിച്ചറിവ് അവനെ തളർത്തി. അതേസമയം ബിബി അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടുകൾ കവരുകയായിരുന്നു. സാരിക്കിടയിലൂടെ അവൻ്റെ കൈകൾ അഞ്ജലിയുടെ നഗ്നമായ വയറിലൂടെ ഒഴുകി.
മാറിടങ്ങളെ അമർത്തി തഴുകി. ഒരു സീൽക്കാര ശബ്ദത്തോടെ അഞ്ജലി പിന്നോട്ട് മാറി. നമുക്ക് റൂമിൽ പോകാം, ബിബി പറഞ്ഞു. നീ റൂമിലേക്ക് പൊയ്ക്കോ, ഞാൻ വാതിൽ കുറ്റിയിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അഞ്ജലി നാക്ക് കടിച്ചു. നമുക്ക് ഒരുമിച്ച് പോയി അടയ്ക്കാം, വഷളൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബിബി അവളെ പൊക്കിയെടുത്തു. അവിടെ നടന്നതൊക്കെ തൻ്റെ ഫോണിൽ പകർത്തിയ അതുൽ പെട്ടെന്ന് തങ്ങളുടെ റൂമിലേക്ക് പോയി. അഞ്ജലിയുടെ അച്ഛൻ അവർക്ക് വിവാഹ സമ്മാനമായി നൽകിയ ഫ്ലാറ്റായിരുന്നു അത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എല്ലാവരെയും അറിയിച്ച് തൻ്റെ സാധനവും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാമെന്നായിരുന്നു അതുൽ വിചാരിച്ചത്. അതേസമയം മുൻവാതിലടച്ച് ബെഡ്റൂമിലേക്ക് വന്ന ബിബിയും അഞ്ജലിയും അവിടെ ഇരിക്കുന്ന അതുലിനെ കണ്ട് ഞെട്ടി. രണ്ടും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഈശ്വരനായിട്ടാണ് ഇന്ന് ഈ കാഴ്ച എനിക്ക് കാണിച്ചു തന്നത്. ഇനി മുതൽ നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ജീവിക്കാം. ഞാനെന്തായാലും ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു സ്യൂട്ട് കേസിൽ തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് കണ്ണീറടക്കി അതുൽ പറഞ്ഞു. വെറുപ്പ് കാരണം അഞ്ജലിയുടെ മുഖത്തേക്ക് അവന് നോക്കാൻ കഴിഞ്ഞില്ല. അഞ്ജലിക്കും ബിബിക്കും എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇരുവരും തൊലിയുരിഞ്ഞ് നാണം കെട്ട് അതുലിൻ്റെ മുൻപിൽ നിന്നു. തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങുന്നതിന് മുൻപ് അതുൽ അഞ്ജലിയുടെ കരണം നോക്കി ഒരടി കൊടുത്തു. ഇത് കൂടെ നിന്ന് ചതിച്ചതിന്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി. ആ സമയം കൊണ്ട് ഫാമിലി ഗ്രൂപ്പുകളിൽ താൻ പകർത്തിയ ഫോട്ടോസും വീഡിയോസും അവൻ എല്ലാവർക്കും കാണാനായി അയക്കുകയും ചെയ്തിരുന്നു. തന്നെ ചതിച്ചവർ മറ്റുള്ളവർക്ക് മുൻപിൽ നല്ല പിള്ള ചമയണ്ട എന്നൊരു പ്രതികാരമായിരുന്നു അവൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.